Hello guys, welcome back to another video. ഇന്ന് നമ്മുടെ ഉള്ളത് the whole new 2025 TVS Apache RR310 ആണ്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. So without wasting much of time, let's get started. Feeling like I'm second best, someone that you could forget. Got me drinking that healing, sinking in this feeling. Will you need a time, giving me the signs of life. Making you are clear, but you're gonna leave me in the deep. 2017 ടി വി എസ് ഈ വണ്ടി ഇറക്കിയപ്പോൾ ഈ വണ്ടിയുടെ ലുക്ക് എങ്ങനെയായിരുന്നു അതേ ലുക്കിൽ തന്നെയാണ് ഇപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത്. പക്ഷേ ലുക്കിൽ ഒരു മാറ്റങ്ങൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫീച്ചേഴ്സിൽ കാര്യമായിട്ട് തന്നെ ടി വി എസ് മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ഓരോരോ ഫീച്ചേഴ്സ് ഈ വണ്ടിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് 7 കൊല്ലം കൊണ്ട് ഇപ്പോൾ ഈ വണ്ടി ഒരു ഫീച്ചർ റിച്ച് ഓറിയന്റഡ് വണ്ടിയായിട്ടാണ് ടി വി എസ് ഇപ്പോൾ ഈ വണ്ടി അവതരിപ്പിച്ചേക്കുന്നത്. നമുക്കിനി എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ വിശേഷങ്ങൾ തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു വൈസർ കൊടുത്തിട്ടുണ്ട്. എയറോഡൈനാമിക് ഇൻസ്പയർഡ് ആയിട്ടുള്ള വൈസർ യൂണിറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അത് 4 ബോൾട്ടിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡി ബിൽഡ് ആയിട്ടുള്ള ഫോൾഡബിൾ മിറേഴ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ടി വി എസിന്റെ ചാടുന്ന കുതിരയെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ബൈലിയുടെ ഹെഡ്ലാമ്പ് യൂണിറ്റ്സും ഒരു DRL യൂണിറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ അപ്സൈഡ് ഡൗൺ യൂസി ഫോക്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ മഡ് ഗാർഡും കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ ടയറിന്റെയും ബ്രേക്കിംഗിന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ടി വി എസ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്ന മിഷലിൻ റോഡ് 5 ടയേഴ്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ടയർ സൈസ് വെച്ചാൽ 110, 70, 17 ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ബ്രേക്കിംഗിന്റെ സൈഡിലേക്ക് എടുക്കുമ്പോൾ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ഡിസ്ക് ബ്രേക്കിന്റെ സൈസ് വെച്ചാൽ 300 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ സൈഡിലത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ റേസിംഗ് സിൻസ് 1982 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ വിംഗ്ലെറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ താഴെ നമ്മുടെ LED ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ TVS റേസിംഗ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പാച്ചിയുടെ ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ DOHC എഞ്ചിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലച്ച് കവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേ തന്നെ TVS റേസിംഗ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നിങ്ങളിവിടെ കണ്ടോ നമ്മുടെ ഷാർക്സിന്റെ ഫിന്ന് പോലെ തന്നെ നമുക്കിവിടെ കുറച്ച് എയർവെൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് വണ്ടിയുടെ എയറോഡൈനാമിക്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ വണ്ടിയുടെ കൂളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഏത് മോഡൽ എടുത്താലും നമ്മുടെ ഫ്രെയിം നമുക്ക് റെഡ് കളറിലാണ് കൊടുത്തേക്കുന്നത്. അതായത് റേസിംഗ് സ്പെക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ യൂസ് ചെയ്തേക്കുന്ന ഫ്രെയിം എന്ന് വെച്ചാൽ ടെലിസ് ഫ്രെയിമാണ്. അതായത് റിജിഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടി നമുക്ക് ടെലിസ് ഫ്രെയിമാണ് ഈ വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ബാക്കിലേക്ക് വന്നാൽ നമുക്കിവിടെ RR310 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡീസ് ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ സീറ്റിൽ നിങ്ങൾക്ക് ലേഡീസിനെ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ തന്നെ ഇതിൻ്റെ പുറകെ ഇരുന്നിട്ട് കൈ കൊടുത്തപ്പോഴത്തേക്കും പുറകെ ഇരിക്കുന്ന ആളങ്ങ് പോകുമായിരുന്നു പുറകോട്ട്. അങ്ങനത്തെ ഇഷ്യൂ ഈ വണ്ടിക്കുണ്ട്. പിന്നെ സൈലൻസർ, ഈ വണ്ടിയുടെ എനിക്ക് ഈ സൈലൻസറിൽ പൊതുവെ താല്പര്യമില്ലാത്ത ഒരു സൈലൻസറാണ്. ഈ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വന്നിട്ട് ഈ സൈലൻസറെ കൊണ്ട് എല്ലാം കളയുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മുടെ BMW ആയാലും അപ്പാച്ചി RTR310 ആയാലും RR310 ആയാലും ഒരേ സൈലൻസറാണ്. അതുകൊണ്ട് ഈ സൈലൻസറിൻ്റെ ഒരു ബിഗ് ഫാൻ അല്ല. ഞാൻ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വേറൊരു സൈലൻസർ വെക്കാനേ ഞാൻ നോക്കത്തുള്ളൂ. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ വിശേഷങ്ങളിലേക്ക് എടുക്കണം. നമുക്ക് ബാക്കിൽ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് എവിടെ പിടിച്ചിരിക്കണം എന്നുള്ള കാര്യം ഒരു സംശയമാണ്. ആകെ പിടിച്ചിരിക്കാൻ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇതേ പിടിച്ചിരിക്കുന്ന അത്ര സേഫ് ആയിട്ടില്ല. അതുകൊണ്ട് പുറകെ ഇരിക്കുന്നവർ സൂക്ഷ്യം കണ്ട് തന്നെ പുറകെ ഇരിക്കുക. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നമ്മുടെ LED ടെയിൽ ലാമ്പ് യൂണിറ്റ്സും ഇൻഡിക്കേറ്റർ യൂണിറ്റ്സും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ 2 സൈഡിൽ റിഫ്ലക്ടറും കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് ബാക്കിലത്തെ വിശേഷങ്ങൾ. TVS ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്ന ഫുൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ 11 ലിറ്ററാണ് ഫുൾ ടാങ്ക് കപ്പാസിറ്റി TVS ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ആവറേജ് മൈലേജ് എന്ന് വെച്ചാൽ ഒരു 33 പെർ ലിറ്റർ നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടിക്ക് കിട്ടുന്നതാണ്. പൊളിച്ചോടിക്കാൻ പോയാൽ അതൊരു 25 രൂപയൊക്കെ താഴെപ്പം. നിങ്ങളൊരു മര്യാദയ്ക്കൊക്കെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 33 മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മൾ വണ്ടിയുടെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ കെർ വെയിറ്റ് എന്ന് വെച്ചാൽ 169 കിലോ ആണ് ഈ വണ്ടിയുടെ കെർ വെയിറ്റ്. അതായത് പെട്രോൾ ഒന്നും ഇല്ലാതുള്ള വെയിറ്റ് ആണ്. പിന്നെ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് വെച്ചാൽ 810 mm സീറ്റ് ഹൈറ്റും അതുപോലെ തന്നെ 180 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വണ്ടിക്ക് TVS കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കണം. നമുക്കിവിടെ ഡിമ്മും ബ്രൈറ്റും പാസ്വേഡ് ഇൻഡിക്കേറ്റർ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഹസാറിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള ജോയിസ്റ്റിക്ക് കാണുന്നുണ്ട്. ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഹോൺ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ എഞ്ചിൻ കട്ട് ഓഫ് ഇഗ്നിഷനും എല്ലാം കൂടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ മോഡലിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 2 സൈഡിലും നമുക്ക് 4 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് നമ്മുടെ ക്ലച്ചിനും ബ്രേക്കിനും കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ റൈഡ് ബൈ വയർ ത്രോട്ടിലാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. നമുക്കിനി വണ്ടിയുടെ മീറ്ററിന്റെ വിശേഷങ്ങളെ കിടക്കാം. മീറ്റർ ഓണായി വരുമ്പോൾ തന്നെ റേസിംഗ് സിൻസ് 1982 എന്ന് പറഞ്ഞ വലിയൊരു മീറ്ററാണ്. TVS ഈ വണ്ടിക്ക് വലിയൊരു LED TV തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിത് ബേസിക് വാർണിംഗ്സ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് ഫ്യൂവൽ FIയുടെ വാർണിംഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ, ABS, ട്രാക്ഷൻ കൺട്രോൾ, ബാറ്ററി ലോയുടെ വാർണിംഗ് വരുന്നുണ്ട്. പിന്നെ കൂളറിന്റെ ഓഡോമീറ്റർ, ടോപ്പ് സ്പീഡ്, ഫ്യൂവൽ റേഞ്ച്. പിന്നെ നമുക്ക് ഗ്രാഫിക്സ്, നമുക്ക് ഓരോ മോഡലും ഗ്രാഫിക്സ് മാറുന്നുണ്ട്. ഇപ്പോൾ റെയിനയിലാണ്, ഇപ്പോൾ അർബനിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഗ്രാഫിക്സ് മാറുന്നുണ്ട്. തിരിച്ച് റെയിനയിലോട്ട് വരുമ്പോൾ ഒരു മഴയൊക്കെ വീഴുന്ന രീതിയിലുള്ള
ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതേ തന്നെ നമുക്ക് RPM മീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, ഫ്യൂവലിൻ്റെ റേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ കൂളറിൻ്റെ ടെമ്പറേച്ചർ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ നമുക്ക് സ്പീഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫിൻ്റെ സൈഡ് സ്റ്റാൻഡ് വാണിംഗ് കാണാൻ പറ്റുന്നത്, കിൽ സ്വിച്ചിൻ്റെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വണ്ടി നമുക്ക് 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സ്പോർട്സ് മോഡും ട്രാക്ക് മോഡും അൺലോക്ക് ആകുന്നത്. അത് അൺലോക്ക് ആകുന്നതനുസരിച്ച് വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ആ മോഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഒരു ബ്ലൂടൂത്ത് കണക്റ്റഡ് മീറ്ററാണ്. TVSൻ്റെ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് TVSൻ്റെ ആപ്പിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ്റെ സൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ TVS ഈ വണ്ടിക്ക് പഴയ കണ്ടു മറന്ന അതേ എഞ്ചിൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ വണ്ടിയുടെ പവർ ഫിഗേഴ്സ് കാര്യമായിട്ട് തന്നെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഒരു 312 cc റിവേഴ്സ് ഇൻക്ലൈൻഡ് DOHC എഞ്ചിനാണ്. അത് 4 സ്പോക്കാണ്, 4 വാൽവ് എഞ്ചിനാണ് ഈ വണ്ടി കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി ലിക്വിഡ് കൂൾഡ് ആണ്. പക്ഷേ ഈ വണ്ടിയിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരത്തെ വേരിയൻറ്റ് വെച്ച് ഈ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ പവർ ഫിഗേഴ്സ് കാര്യമായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. നേരത്തെ 34 PS പവർ ആയിരുന്നെങ്കിൽ ഇതിന് 38 PS പവറാണ്. അതുപോലെ തന്നെ 29 Nm ടോർക്ക് ഈ വണ്ടിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ്. TVS നമുക്ക് കുറച്ചു കാലമായിട്ട് BTO ബിൽഡ് ടു ഓർഡർ എന്ന് പറഞ്ഞ ഒരു വെർഷനാണ് നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഡൈനാമിക് കിറ്റിന് 10,000 രൂപ. അതിൽ നമുക്ക് ബ്രാസ്കോ ടച്ചിന് TPMS, അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. പിന്നെ ഡൈനാമിക് കിറ്റ് പ്രോ വരുന്നുണ്ട്. അതിൽ നമുക്കൊരു 16,000 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണ്. നമുക്ക് വീലി കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, കോർണറിങ്, ABS അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഒരു 7,000 രൂപ എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ പെയിന്റ് ജോബ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സൈലൻസിന്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് കേട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ സൈലൻസിൻ്റെ സൗണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് മോഡലൊക്കെ ഇറങ്ങിയപ്പോൾ ഒരു പാട്ടായിട്ട് അടിക്കുന്ന ഒച്ചയായിരുന്നു. പക്ഷേ ഈ മോഡലിലേക്ക് വന്നപ്പോൾ കാര്യമായിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഈ സൈലൻസിൻ്റെ ഫാനല്ല. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ മറന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വിംഗ്ലെറ്റിൻ്റെ കാര്യം. ഇതൊരു ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന സാധനം മാത്രമല്ല, നമ്മളൊരു ഹൈ സ്പീഡ് ഒരു 120 കിലോമീറ്ററിൻ്റെ ഒക്കെ വേഗതയിൽ പോകുമ്പോഴത്തേക്കും ഒരു 3 കിലോയിലും ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്ത് വണ്ടിക്ക് ബാലൻസ് കൊടുക്കാൻ ഈ വിംഗ്ലെറ്റ് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ വണ്ടിയുടെ ഓൺ റോഡ് വില കോട്ടയത്ത് വരുമ്പോഴത്തേക്കും 3.5 ലാക്കോളം വരുന്നുണ്ട്. എക്സ്ഷോറൂം 270 ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസും വരുന്നത്. പിന്നെ ഈ വണ്ടി നമുക്ക് കോട്ടയം TVS ആണ് തന്ന് സഹായിച്ച് അവരോട് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞു. TVSൻ്റെ അപ്പാച്ചി RTR 310 ആണെങ്കിലും RR 310 ആണെങ്കിലും ഏത് വേരിയൻ്റ് ആണെങ്കിലും കോട്ടയം TVS ഫ്രീലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.